നമ്മൾ അതിശയപ്പെട്ടു പോകും. കൂടാതെ ഒരു റാണിച്ചിതൽ ദശലക്ഷക്കണക്കിന് മുട്ടകളാണ് ഇടാറുള്ളത്. അതായത് ഒരു ദിവസം തന്നെ റാണിച്ചിതൽ 30,000-ഓളം മുട്ടകൾ ഇടാറുണ്ടത്രേ. എന്നാൽ എങ്ങനെയായിരിക്കും ഇത്രയും ചെറിയ ജീവിക്ക് ഇത്രയധികം മുട്ടകൾ ഇടാൻ കഴിയുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചിതലുകളുടെ വിചിത്ര ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പണ്ട് മുതലേ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളാണ് ചിതലുകൾ. ഇവയുടെ ഫോസിലുകൾക്ക് ഏകദേശം 130 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ട്. ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളിൽ 6ലും ഇവയെ കാണാമെങ്കിലും ചൂടും ഈർപ്പവുമുള്ള അന്തരീക്ഷമാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഒരു ചിതൽ കോളനിയിൽ ദശലക്ഷക്കണക്കിന് ചിതലുകളാണ് ഒന്നിച്ച് താമസിക്കുക. 2018 ബ്രസീലിൽ കണ്ടെത്തിയ 4000 വർഷം പഴക്കമുള്ള ഒരു സൂപ്പർ കോംപ്ലക്സിൽ ഏകദേശം 200 ദശലക്ഷം ചിതൽപുറ്റുകൾ കണ്ടെത്തിയിരുന്നു. ഈ ചിതൽപുറ്റുകൾ എല്ലാം കൂടി കൂട്ടിവച്ചാൽ ഏകദേശം കേരളത്തിൻ്റെ അത്ര വലിപ്പമുണ്ടാകും. എന്നാൽ എങ്ങനെയാണ് ഈ കോളനികൾ ഇത്രയും അധികം വലുതാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിലെ റാണിയാണ് ഒരു കോളനിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. രാജ്ഞിയുടെ കൂടെ രാജാവും ഉണ്ടാകും. രാജാവ്, രാജ്ഞി, റീപ്രൊഡക്റ്റീവ് വിങ് ഗാർഡ്, റീപ്രൊഡക്റ്റീവ് സോൾജിയേഴ്സ്, വർക്കേഴ്സ് എന്നിവരടങ്ങുന്നതാണ് ഒരു കോളനി സിസ്റ്റം. ഇതിൽ വർക്കേഴ്സിനാണ് ഭക്ഷണം തേടി പുറത്തു പോകേണ്ട ചുമതല. കോളനിയിലെ രാജാവും രാജ്ഞിയും അടക്കമുള്ള എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നത് വർക്കേഴ്സാണ്. ഒരു കോളനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ രാജ്ഞിയാണ്. രാജ്ഞി ഇണചേർന്ന് കഴിഞ്ഞതിന് ശേഷം മുട്ടയിടാനായി ഭൂമിക്കടിയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇതാണ് രാജ്ഞിയുടെ മരണം വരെയുള്ള ജോലി. അങ്ങനെ രാജ്ഞി 15 വർഷത്തേക്ക് തുടർച്ചയായി പ്രതിദിനം 30,000 മുട്ടകൾ വരെ ഇടുമത്രേ. അതായത് ഓരോ 3 സെക്കൻഡിലും 1 വീതം എന്ന കണക്കിൽ. ഇത്രയും മുട്ടകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ രാജ്ഞി കോളനിയിലെ ബാക്കിയുള്ള ചിതലുകളെക്കാൾ വലുതായിരിക്കണം. എന്നാൽ മാത്രമേ രാജ്ഞിയെക്കൊണ്ട് ഇതിന് സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ രാജ്ഞിക്ക് 11 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരാൻ കഴിയും. ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒട്ടനവധി പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് രാജ്ഞി വളരെ വലുതായതുകൊണ്ട് അനങ്ങാൻ പറ്റാത്ത വിധം മുട്ടകൾ കൊണ്ട് രാജ്ഞിയുടെ ചുറ്റുഭാഗങ്ങൾ നിറയും. അതുകൊണ്ട് തന്നെ രാജ്ഞിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി രാജ്ഞിയെ പരിചരിക്കുന്ന തൊഴിലാളികളുടെ ഒരു സംഘം ചിതലുകൾ രാജ്ഞിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും. ഇവർ രാജ്ഞിയുടെ ശരീരം നക്കി വൃത്തിയാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുക. വീട്ടുജോലി ചെയ്യുന്നത് പോലെ അവർ ഇത് എപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കും. ഏകദേശം 250 ദശലക്ഷം മുട്ടകൾ ഇട്ടതിനു ശേഷമാണ് രാജ്ഞിയുടെ ജീവിതം അവസാനിക്കുന്നത്. അങ്ങനെ രാജ്ഞിയുടെ ജീവിതം അവസാനിച്ചാലും തൊഴിലാളി ചിതലുകളുടെ ജോലി അങ്ങനെയൊന്നും അവസാനിക്കുകയില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതായത് രാജ്ഞി ചത്തുവെന്ന് മനസ്സിലാക്കിയാൽ തൊഴിലാളി ചിതലുകൾ രാജ്ഞിയെ വളരെ ശക്തിയോടെ നക്കാൻ തുടങ്ങുമത്രേ. എന്നാൽ അവരിത് ചെയ്യുന്നത് രാജ്ഞിയെ വൃത്തിയാക്കാൻ വേണ്ടിയല്ല, മറിച്ച് തൊഴിലാളി ചിതലുകൾ രാജ്ഞിയെ യഥാർത്ഥത്തിൽ ഭക്ഷണമാക്കുകയാണ് ചെയ്യുന്നത്. ചിതലുകളുടെ ഈ നരഭോജി സ്വഭാവത്തിന് പിന്നിൽ ഒരു വ്യക്തമായ കാരണവുമുണ്ട്. ഓരോ ചിതൽ കോളനികളും ന്യൂട്രിയൻ്റ് റീസൈക്ലിംഗ് മെഷീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് രാജ്ഞിയുടെ ശരീരം അഴുകാൻ അവർ അനുവദിക്കില്ല. അതിനായി മറ്റ് ചിതലുകൾ രാജ്ഞിയുടെ ശരീരത്തിലുള്ള ദ്രാവകങ്ങളും കൊഴുപ്പുകളും വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ചിതലിൻ്റെ ഭക്ഷണക്രമത്തിൽ നൈട്രജൻ്റെ അളവ് കുറവായതിനാൽ തന്നെ രാജ്ഞിയെയോ മറ്റ് സഹപ്രവർത്തകരെയോ കഴിക്കുന്നതിലൂടെ ഇത് കോളനിയിലേക്ക് നൈട്രജൻ തിരികെ എത്തിക്കാനുള്ള നല്ലൊരു വഴിയായിരിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിതൽപുറ്റുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ചിതൽപുറ്റുകളിൽ ഭൂരിഭാഗവും അത്യാവശ്യം വലിപ്പമുള്ളവയായിരിക്കും. എന്നാൽ ചിതലുകൾ എന്ത് കഴിച്ചിട്ടാണ് ഇത്രയും വലുതാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ചിതലുകളുടെ ഇഷ്ടഭക്ഷണം തടികളും പച്ചക്കറികളുമാണ്. ഈ ജീവിവർഗങ്ങൾക്ക് ഇവയുടെ പുതിയ ചുറ്റുപാടുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവ നമ്മുടെ വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും അഭയം പ്രാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിതലുകൾ ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്യും. ചിതലുകൾ കാരണം അമേരിക്കയിൽ മാത്രം ഓരോ വർഷവും $5 ബില്യൺ നാശനഷ്ടമാണ് ഉണ്ടാവുന്നത് എന്നാണ് കണക്കുകൾ. എന്നാൽ മരത്തടി ചിതലുകൾക്ക് അത്ര പോഷകപ്രദമായ ഭക്ഷണമൊന്നുമല്ല. പക്ഷേ ഇതിൽ നിറയെ സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുതരം പഞ്ചസാര അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് ആണ്. ചിതലുകൾക്ക് അവരുടെ കുടലിൽ ഒരു പ്രത്യേകതരം സൂക്ഷ്മാണുക്കളുണ്ട്. ഇവ തടികളെ മുറിച്ച് ഭക്ഷണമാക്കി മാറ്റാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു വിചിത്രമായ കാര്യമെന്തെന്നാൽ ചിതലുകൾ ജനിക്കുമ്പോൾ തന്നെ ഇവരുടെ കുടലിൽ ഈ സൂക്ഷ്മാണുക്കൾ ഉണ്ടാകാറില്ല. കോളനിയിലെ മറ്റു ചിതലുകളിൽ നിന്നാണ് ഇവർ ഈ സൂക്ഷ്മാണുക്കളെ സ്വന്തമാക്കുന്നത്. അനൽ ഫീഡിംഗ് വഴിയാണ്, അതായത് മറ്റ് ചിതലിൻ്റെ മലം തിന്നുന്നത് വഴിയാണ്